പാലക്കാടുകാരി നിമിഷപ്രിയ ധീരതയുടെ പ്രതീകമാണ്. എന്റെ ശരീരം എന്റെ അവകാശമെന്ന് പലരും ഇങ്ങനെ പ്രഘോഷിച്ച് നടക്കുമെങ്കിലും എന്റെ ശരീരം എന്റെ അവകാശം, എന്റെ അവകാശത്തിന് മേൽ തൊട്ട് കളിച്ചാൽ അവന് ഏത് കാട്ടറവയാണെങ്കിലും അവന് യമപുരിക്കയക്കും എന്ന ദൃഢനിശ്ചയം ഈ നിമിഷപ്രിയയ്ക്ക് ഉണ്ടായിരുന്നു. അതിന് ആദ്യമേ തന്നെ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. മലബാറിന്റെ വടക്കൻ പാട്ടുകളിലും വീരകഥകളിലും നിറഞ്ഞു നിൽക്കുന്ന പല നായിക കഥാപാത്രങ്ങളെയും പോലെ ശരിക്കു പറഞ്ഞാൽ നിമിഷപ്രിയയും കേരളത്തിന്റെ അഭിമാനമായി നായിക കഥാപാത്രമായി നായിക സ്ഥാനത്തേക്ക് എത്തേണ്ട ആളാണ്, ആദരവ് ലഭിക്കേണ്ട ആളാണ്. സംഭവകഥ എല്ലാവർക്കും അറിയാം, ബൈഹാർട്ടായിരിക്കും. നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയായിരുന്നു. മലയാളികൾ ഒരു പരിധിവരെ 99% മലയാളികളും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പല കുറി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് കഥ? സംഭവം എന്താണ്? 2012 ടോമി എന്ന ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച നിമിഷപ്രിയ നഴ്സാണ്. യമനിലേക്ക് പോകുന്നു. അവിടെ ജോലിയൊക്കെ ചെയ്ത ശേഷം കുറച്ചു നാൾക്ക് ശേഷം തിരികെ വരുന്നു. തിരികെ വന്നിട്ട് വീണ്ടും യമനിലേക്ക് നിമിഷപ്രിയ മാത്രം മടങ്ങിപ്പോകുന്നു. അവിടെ വെച്ച് ഒരു യമൻ പൗരനെ, അതായത് ഒരു അറബിയെ പരിചയപ്പെടുന്നു, നിമിഷ പരിചയപ്പെടുന്നു. അയാള് നിമിഷയോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ സ്വകാര്യ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുകയാണല്ലോ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അയാൾ നിമിഷയെ ബ്രെയിൻ വാഷ് ചെയ്ത് പുതിയൊരു സംരംഭത്തിലേക്ക് ക്ഷണിക്കുന്നു. സംരംഭത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അയാൾ പറയുന്നു, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം, എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞാലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ ഒരു വ്യാജ വിവാഹ രജിസ്ട്രേഷൻ തയ്യാറാക്കി അതായത് വ്യാജമായ ഒരു കല്യാണ സംഭവമൊക്കെ നടത്തിയിട്ട് നിമിഷ ഇയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ക്ലിനിക്കിനുള്ള സന്നാഹങ്ങളൊക്കെ കൂട്ടുന്നു. ഇതിനിടയിൽ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി നിമിഷയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം, അതുപോലെ തന്നെ യാത്രാരേഖകൾ, പാസ്പോർട്ട് തുടങ്ങിയവ ഈ യമൻ പൗരൻ പിടിച്ച് വയ്ക്കുകയും ചെയ്യുന്നു. ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് യമൻ പൗരന്റെ ക്രൂരത, യമനികളുടെ ക്രൂരതയെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ സന ഇപ്പോഴും ഹൂതി വിമതരുടെ കൈകളിലാണ്. അപ്പോൾ അതായത് തലസ്ഥാനം അത്രയും അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണെന്ന് കൂടി ആലോചിക്കണം. അവിടെയാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി അവരുടെ സ്വന്തം ആത്മാഭിമാനത്തിന്റെ പേരിൽ ഒരാളെ അപമാനിക്കാൻ വന്ന, അല്ലെങ്കിൽ മോശപ്പെടുത്താൻ വന്ന, പീഡിപ്പിക്കാൻ വന്ന ഒരുത്തനെ തള്ളി താഴെയിട്ട് തലക്കടിച്ച് കൊന്നുകളയുമ്പോൾ അതിനെ ചോദിക്കാൻ നിൽക്കുന്നത് എന്നുകൂടി ഓർക്കണം. അത് അവരുടെ പൗരനായതുകൊണ്ട് അവർ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം. അത് ഒരു വശം, നിയമവശവും അതിന്റെ നയതന്ത്രവശവും അവിടെ നിൽക്കട്ടെ. ഞാൻ നിമിഷ എന്ന യുവതിയുടെ ധീരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ യുവതി അങ്ങനെ അയാളോട് പാസ്പോർട്ട് തിരികെ ചോദിച്ചു. പാസ്പോർട്ട് തിരികെ കൊടുക്കുന്നില്ല. നിരന്തരം പീഡനം, പലതരത്തിലുള്ള ശാരീരിക ഉപദ്രവവും മാനസിക പീഡനവും സഹിക്കവയ്യാതെ നിമിഷയ്ക്ക് ആ കടുങ്കൈ ചെയ്യേണ്ടി വന്നു. 2017 നിമിഷ ആ യമൻ പൗരനെ കൊലപ്പെടുത്തിയ സംഭവം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം വിചാരണയാണ്. ഏത് നാട്ടിലാണെങ്കിലും അവരുടെ പൗരന് കിട്ടുന്ന പരിഗണന വിദേശത്ത് നിന്ന് ചെല്ലുന്ന ഒരാൾക്കുണ്ടാകില്ല. നമുക്കിപ്പോൾ നമ്മുടെ സഹോദരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലെ അയൽക്കാരിയാണ് എന്നൊക്കെ നിമിഷയെക്കുറിച്ച് തോന്നാമെങ്കിലും അവർക്ക് അങ്ങനെയല്ല. വിദേശിയാണ് നിമിഷ അവിടെ യമൻ പൗരനെ കൊലപ്പെടുത്തിയത് വലിയ വാർത്തയായി. അന്നു മുതൽ, അതായത് ഈ കസ്റ്റഡിയിലെടുത്ത അന്നു മുതൽ നിമിഷ ജയിലിലാണ്. നിമിഷയ്ക്ക് വേണ്ടി, അതായത് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ നിരവധി പോരാട്ടങ്ങൾ നടത്തി. അങ്ങനെ കേരളത്തിലെ സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇക്കാര്യം അറിഞ്ഞു. അതിനുവേണ്ടി യമനിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കുപോക്കായി. അവസാനം ഇനി അവരുടെ, അതായത് നമ്മളിപ്പോ ബ്ലഡ് മണി എന്ന് പറയില്ലേ, കേട്ടിട്ടുണ്ടാകും. അതായത് കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് ഒരു നിശ്ചിത തുക കൈമാറിയിട്ട് അവരുടെ ക്ഷമ എഴുതി വാങ്ങണം. ഞങ്ങൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന തരത്തിലൊരു സർട്ടിഫിക്കറ്റ് വേണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. സാമ്പത്തികമായി പല ആളുകളും നിമിഷയുടെ കുടുംബത്തെ സഹായിച്ചു. അങ്ങനെ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിമിഷയുടെ അമ്മ സനയിലേക്ക് പോയി, അതായത് യമനിലേക്ക് യാത്ര തിരിച്ചു. അവിടെ സാമുവൽ ജെറോമിന്റെ വീട്ടിലാണ് ആ അമ്മ ഇപ്പോഴും ഉള്ളത്. ആ അമ്മ അവിടെ പോയി കണ്ട് അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു നോക്കി. പക്ഷെ അവരാരും അടുക്കുന്നില്ല. അങ്ങനെ നയതന്ത്ര ശ്രമങ്ങൾ, സർക്കാർ തലത്തിൽ നടത്തിയ നയതന്ത്ര ശ്രമങ്ങളും വീട് അമ്മ പോയി കണ്ട് കരഞ്ഞ് കാര്യം പറഞ്ഞിട്ടും കാര്യം നടക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. നിമിഷ അതിന് അപ്പീല് പോയി സുപ്രീം കോടതിയിൽ. കഴിഞ്ഞ നവംബറിൽ സുപ്രീം കോടതി ആ അപ്പീല് തള്ളി വധശിക്ഷ ശരിവച്ചു. ഇപ്പോൾ ഈ ജൂലൈ 16 വധശിക്ഷ നടപ്പിലാക്കണമെന്ന് കാണിച്ച് പ്രോസിക്യൂട്ടർ ജയിൽ അധികാരികൾക്ക് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അതായത് ഇന്ന് 9-ാം തീയതിയായി. ഇനി നിമിഷയുടെ ജീവിതത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം നിമിഷയുടെ വാർത്ത ഞാൻ കൊടുത്തപ്പോൾ
അതിന് താഴെ ചില സ്ത്രീകൾ കമന്റ് ചെയ്തതിന്റെ ഫലമല്ലേ അനുഭവിക്കുന്നത്, പിന്നെ ഇവിടെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ എന്ന്. അങ്ങനെയല്ല, അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊക്കെ വിസ്മരിച്ചു പോകുന്നു. ഒരു സ്ത്രീയാണ്, അവര് ജീവിതം തേടി അല്ലെങ്കിൽ ജീവനോപാധി തേടി മറ്റൊരു രാജ്യത്തിൽ ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നു, അവിടെയുള്ള ഒരു പൗരനെ പരിചയപ്പെടുന്നു, അയാൾ സ്വന്തം ക്ലിനിക്ക് തുടങ്ങാൻ സഹായിക്കാമെന്ന് വ്യാമോഹിപ്പിച്ച് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ യുവതിയുടെ സ്വർണവും അതുപോലെ തന്നെ പണവും യാത്രാരേഖകളും ഐഡന്റിഫിക്കേഷൻ രേഖകളും കൈക്കലാക്കുന്നു. സ്വാഭാവികമായും ആ സ്ത്രീ അത് തിരികെ ആവശ്യപ്പെടും. കാരണം ഇവിടെ തന്നെ തേടി തൻ്റെ ഭർത്താവ്, മക്കൾ, അമ്മ എല്ലാവരും ഉണ്ട്. ഇവിടെ തിരികെ എത്തണമെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പോലെ നിമിഷയും ആഗ്രഹിച്ചിട്ടുണ്ടാകണം. തൻ്റെ മാതൃരാജ്യത്തിലേക്ക്, തൻ്റെ ജന്മനാട്ടിലേക്ക് തിരികെ പോകണം. പാലക്കാടുകാരിയാണ് നിമിഷ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ യമനിയോട് ഈ കാര്യങ്ങൾ തിരികെ ചോദിക്കുമ്പോൾ അയാളുടെ ക്രൂരമായ പീഡനം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ പീഡനം. ഇത് സഹിക്കവയ്യാതെ എൻ്റെ ശരീരം എൻ്റെ അവകാശം, അത് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്. അതിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ നമ്മൾ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ചെറുത്ത് തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മൗലിക അവകാശം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഏത് കാട്ടറബി എന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാലും അവരുടെ തലക്കടിച്ച് കൊല്ലുക എന്ന് പറയുന്നതിൽ എന്താണ്, അവരുടെ ധീരതയാണ് ഞാനതിൽ കാണുന്നത്. ആ സ്ത്രീ ഒരു ധീരതയുടെ പ്രതീകമാണ്. നമ്മുടെ വടക്കൻ പാട്ടുകളിൽ കാണുന്നത് പോലെയുള്ള ധീരതയുടെ പ്രതീകമാണ് നിമിഷപ്രിയ എന്ന് പറഞ്ഞ് ഉറപ്പിക്കാം നമുക്ക്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി കിട്ടട്ടെ, നിമിഷപ്രിയ തിരികെ കേരളത്തിലെത്തട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായി നിമിഷപ്രിയയുടെ വീട്ടുകാർക്കൊപ്പം നമുക്കും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനൊപ്പം നിമിഷ ചെയ്ത ക്രൈം എന്ന് പറയുന്നത്, ഒരാളെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നു. യമൻ നിയമങ്ങൾ അതിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീ ചെയ്തത് ആ സ്ത്രീയുടെ ശരീരവും അഭിമാനവും സംരക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് എന്ന കാര്യം ആരും വിസ്മരിച്ചു പോകരുത്. അവർക്കെതിരെ ആളുകൾ ഇങ്ങനെ കമന്റൊക്കെ ഇട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം.